C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈശ്വരൻ എൻ്റെ കൈകളിലേക്ക് തന്ന എൻ്റെ പാതി ജീവനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്നേഹിക്കും, സംരക്ഷിക്കും. സുരക്ഷിതയായിരിക്കും. നല്ലത്. പക്ഷേ നീ ജീവിക്കുന്നതും സന്തോഷിക്കുന്നതും ഒരു നാരീജന്മം കാരണത്താലായതുകൊണ്ട് തന്നെ നിന്റെ ജീവിതവും സന്തോഷവും ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നാരീജന്മം പിറവിയെടുത്തു കഴിഞ്ഞു. ആത്മബലം കൊണ്ടും കർമ്മബലം കൊണ്ടും ആൾബലം കൊണ്ടും നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നീ ഭയക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞവയിൽ ആത്മബലം കൊണ്ട് മാത്രം നിന്റെ ജീവിതം തകർക്കാൻ വരുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് ഈശ്വര നിശ്ചയം. ഈശ്വരമ്മ പറയുന്നത് അതെ. കാഹളം മുഴക്കിയല്ലാതെ നിശബ്ദയായി ഒരു ശത്രു നിന്നെ തേടി വരുന്നുണ്ട്. മനഃപൂർവമല്ലാതെ ആസൂത്രിതമല്ലാതെ അവൾ ഈ നാട്ടിലേക്ക് വരും. ഈശ്വരാനുഗ്രഹം പോലെ കണ്ട് അവൾ ഇവിടെ നിലയുറപ്പിക്കും. ഭയക്കേണ്ടതില്ല എന്ന് ഞാൻ സമാധാനത്തിൽ ഒരു നുണ പറയുന്നില്ല. കാരണം വരുന്നവൾ നിസ്സാരക്കാരിയല്ല. നിരായുധയായി വരുന്നവൾ ബന്ധങ്ങളുടെ കെട്ടുപാടുകളാൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കും. ആയുധങ്ങൾ അവളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇവിടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രയാസമാണ്. പണ്ട് മുതലേ ഉള്ളതാണ് സന്തോഷങ്ങളുടെ ഇടയ്ക്ക് ഒരു ഭയപ്പാട്. ആ ഭയപ്പാട് നീ എങ്ങനെ തരണം ചെയ്യുന്നു എന്നിരിക്കും നിന്റെ മുന്നോട്ടുള്ള ജീവിതവും. താൽക്കാലികമായുള്ള ഈ സന്തോഷം പ്രിയപത്നിയുമായുള്ള സന്തോഷങ്ങളെല്ലാം ആവുന്നോളം ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കണം. അതാത് സമയത്ത് നടക്കേണ്ടത് നടക്കും, നടന്നേ തീരൂ. തടഞ്ഞാലും മുൻകൂട്ടി പദ്ധതികൾ ഒരുക്കിയാലും വരേണ്ടവൾ നിന്റെ ഭവനത്തിന്റെ പടികൾ കയറി വരും. അതുകൊണ്ട് മുൻകൈ എടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അമ്മ നിന്നെ അറിയിച്ചുവെന്നേ ഉള്ളൂ. ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ വലിയ ആപത്തുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.